the Lord. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ അഗ്നിയാ അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവായി. Holy, holy, Holy Spirit. Holy, holy, Holy Spirit. സൗഖ്യമായി, വിടുതലായി, ശക്തിയായി പറന്നിറങ്ങൂ. സൗഖ്യമായി വിടുതലായി ശക്തിയായി പറന്നിറങ്ങൂ. റൂഹായേ 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 റൂഹായേ. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവായി. Holy, holy, Holy Spirit. Holy, holy, Holy Spirit. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷ അഗ്നിയുടെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഷെക്കേന ടെലിവിഷൻ ശുശ്രൂഷയിലൂടെയും യൂട്യൂബിലൂടെയും അനേകായിരങ്ങൾ ഈ സുവിശേഷ അഗ്നി ശുശ്രൂഷയിൽ പങ്കുചേരുന്നതിൽ ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ എപ്പിസോഡും നാം ഇവിടെ ഒരുക്കുന്നത് വയനാട്ടിൽ പള്ളിക്കുന്നിൽ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ഒരു അത്ഭുത ദേവാലയത്തിലാണ്. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ഈ ദേവാലയത്തിൽ ആര് കണ്ണുനീരോടെ വന്ന് പ്രാർത്ഥിച്ചാലും ദൈവം വെറും കൈയോടെ പറഞ്ഞയക്കില്ല. പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു ആത്മവിശ്വാസമാണ്, വലിയൊരു ധൈര്യമാണ്. വയനാട്ടിലും മലബാറിലുമുള്ള ജനങ്ങളുടെ വലിയൊരു ധൈര്യമാണ് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ഈ ദേവാലയം. ഈ ദേവാലയത്തിലെ ഈ അൾത്താരയിലാണ് കർത്താവായ ഈശോ സത്യമായിട്ടും എഴുന്നള്ളി വന്നിരിക്കുന്നത്. നമുക്ക് രണ്ട് കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് ഈശോയെ ഒന്ന് കുമ്പിട്ട് ആരാധിക്കാം. മക്കളെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളൊക്കെ ഈശോയെ നോക്കി ഇരുവശങ്ങളിലേക്ക് വിരിച്ചു പിടിച്ചുകൊണ്ട് ഒന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ അഗ്നി ശുശ്രൂഷയിൽ ഈ എപ്പിസോഡുകളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം അനുഭവിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മ സന്നിഹിതയായിക്കൊണ്ട് നമ്മളോടൊപ്പം ഒന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു, ഈശോയ്ക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ മറിയത്തോട് ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതം അത്ഭുതം നടക്കട്ടെ, യേശുനാമത്തിന്റെ ശക്തിയാൽ അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കൃപയാലേ കൃപയാലേ യേശുവേ, കൃപയാൽ അനുദിനവും കൃപയാലേ ആരാധിക്കുന്നു കർത്താവേ, കൃപയാലേ ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കൃപയാൽ അനുദിനവും എന്റെ കൃപ
നിനക്കു മതി. ആമേൻ. താങ്ക് യു ജീസസ്. കർത്താവിൻ തിരുവചനം. താങ്ക് യു ജീസസ്. താങ്ക് യു ഫോർ ദിസ് വേർഡ് ഓഫ് ഗോഡ്. എന്റെ കൃപ നിനക്കു മതി. ഈശോയെ, പൗലോസ്ലീഹയോട് പറഞ്ഞ വചനം ഞങ്ങളെ ഇന്ന് ബലപ്പെടുത്തട്ടെ. കർത്താവിൻ തിരുവചനം. കർത്താവിന്റെ തിരുവചനം കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. കൃപയാലേ. താങ്ക് യു ലോർഡ് ജീസസ്. കൃപയാലേ. കർത്താവിന്റെ പുത്തൻ അഭിഷേകം കൊണ്ട് നിറയട്ടെ. കൃപയാൽ അനുദിനവും. യേശുവേ, 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 യേശുവേ. ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ നടത്തിടുന്നു. ആമേൻ. ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ നടത്തിടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആരാധിച്ച മക്കളെ, ഹല്ലേലൂയാ. അമ്മേ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. തിരുവോസ്തിയുടെ മുൻപിൽ പരിശുദ്ധ അമ്മ ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹാമാരി വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകം ലോകത്തിന് ലഭിക്കട്ടെ. ഒരു പുതിയ ശക്തി ലോകത്തിന് ലഭിക്കട്ടെ. ലൂർദിൽ ലഭിച്ചതുപോലെ, ഫാത്തിമ ലഭിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ പുതിയൊരു ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭയം നീ മാത്രമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഈ ദിവസങ്ങളിലെ സുവിശേഷാഗ്നി ശുശ്രൂഷയിലൂടെ ഇടപെടുന്നു എന്നത് വലിയൊരു അഭിഷേകമാണ്. ഞാനൊരു സംഭവം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. ഇത് മലപ്പുറം ജില്ലയിൽ കുറെ നാളുകൾക്ക് മുൻപ് ഞാൻ പെരിന്തൽമണ്ണ പള്ളിയിൽ വികാരിയായിട്ട് ചെല്ലുമ്പോൾ ഒരു കോൺട്രാക്ടർ എന്നെ കാണാൻ വേണ്ടി വന്നു. ഈ കോൺട്രാക്ടർ പറഞ്ഞു, അച്ഛാ, ഞാൻ വലിയ നിലയിലായിരുന്നു. അച്ഛൻ വരുന്നതിന് മുമ്പ് എനിക്കിവിടെ വലിയ വീടുണ്ടായിരുന്നു, ലോറികളുണ്ടായിരുന്നു, തൊഴിലുപകരണങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ വലിയ ഒരു ആശുപത്രി കെട്ടിടം പണിതു. അവരെനിക്ക് പണം നൽകിയില്ല. ഞാൻ കടമെടുത്താണ് പണിതത്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ വീട് പോയച്ച, എൻ്റെ വാഹനങ്ങൾ പോയച്ച, എൻ്റെ തൊഴിലുപകരണങ്ങളൊക്കെ എനിക്ക് പണയം വെക്കേണ്ടി വന്നച്ച. ഞാനും എൻ്റെ 3 കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയുമായിട്ട് ഇപ്പോഴൊരു വാടക വീട്ടിലാണ്, ഒരു ചെറിയ വാടക വീട്ടിലാണ് അച്ഛ താമസിക്കുന്നത്. ഞാൻ ആ കോൺട്രാക്ടർ സഹോദരനോട് പറഞ്ഞു, സഹോദര, നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് എൻ്റെ കൈവശം ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ മറിയത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തിൽ അഭയം തേടുക. ഞാൻ അവർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. നിങ്ങളൊരു കാര്യം ചെയ്യ്, ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് ഭാര്യയും മക്കളും എല്ലാവരും ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഒരു ജപമാല ചൊല്ല്. അപ്പോൾ ആ ചേട്ടൻ അത് ഹൃദയത്തിൽ സ്വീകരിച്ച് പിറ്റേ ആഴ്ച മുതൽ ആഴ്ചയിൽ ഒരു ദിവസം അവർ അപ്പനും അമ്മയും 3 മക്കളും വന്ന് മുട്ടുകുത്തി നിന്ന് കൈകൾ വിരിച്ച് അവരൊച്ചത്തിൽ ജപമാല ചൊല്ലും. പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട സാക്ഷ്യമാണ്. 3 വർഷത്തിനുള്ളിൽ ആ ഭവനത്തില് വലിയ അത്ഭുതം പ്രവർത്തിച്ചത് ഞാൻ കണ്ടു. നഷ്ടപ്പെട്ടതെല്ലാം അദ്ദേഹത്തിന് 3 വർഷം കൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ സഹായത്താൽ
നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് അയാൾക്ക് വീണ്ടെടുത്തു കൊടുത്തു. അയാൾക്ക് വലിയ വീടായി, വാഹനങ്ങളായി, സൗകര്യങ്ങളായി, പണിയായുധങ്ങളായി, പഴയതിനേക്കാൾ വലിയ ഒരു കോൺട്രാക്റ്റായി അയാൾ മാറുകയുണ്ടായി. ഇത് നമ്മുടെ കത്തോലിക്ക സഭയിൽ അനേക ക്രിസ്ത്യാനികളുടെ വലിയ അനുഭവമാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്നവളാണ്, കരഞ്ഞാൽ കണ്ണുനീരൊപ്പുന്നവളാണ് പരിശുദ്ധ മറിയമെന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നാം പഠിക്കുകയാണ്. 1891 ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചുകൊണ്ട് ലിയോ 13 പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി: ഞാൻ ഉന്നതമായ സ്ഥാനത്തെത്തിയത് അതിശക്തമായ ഒരു ആയുധം പിടിച്ചുകൊണ്ടാണ്. അത് തോക്കും വാളും ഒന്നുമല്ല, പരിശുദ്ധ അമ്മയുടെ ജപമാലയാണ് എനിക്ക് ആയുധമായത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ആ ജപമാല എന്ന ആയുധം എടുത്തുപയോഗിക്കാനുള്ള വലിയൊരു അഭിഷേകമാണ് ഈ പള്ളിക്കുന്ന് മാതാവിൻ്റെ ഈ ദേവാലയത്തില്, ഈ അൾത്താരയില് കർത്താവായ ഈശോ എഴുന്നള്ളി വന്ന് ഈ സുവിശേഷ അഗ്നി ശുശ്രൂഷ നയിക്കപ്പെടുമ്പോൾ പരിശുദ്ധ ജപമാലയുടെ ശക്തിയെക്കുറിച്ചുള്ള വലിയൊരു അഭിഷേകമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലൂയിസ് മരിയ മോൺഫോർട്ട് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: നിന്റെ ജീവിതയാത്രയില്, നിന്റെ ആത്മീയ യാത്രയില് എന്നെങ്കിലും നിനക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കരഞ്ഞ് നിലവിളിച്ചോ, അമ്മേ, എൻ്റെ പരിശുദ്ധ അമ്മേ. കാരണം പരിശുദ്ധ മറിയം സ്വർഗത്തിൻ്റെ വാതിലും ഉഷകാല നക്ഷത്രവുമാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് കടന്നു വരുന്നതാണല്ലോ ഉഷകാല നക്ഷത്രം. കർത്താവായ ഈശോ എന്ന നീതി സൂര്യൻ നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നതിന് പരിശുദ്ധ അമ്മ എന്ന ഉഷകാല നക്ഷത്രത്തെ വിളിച്ചോ. ഏത് വഴിതെറ്റിപ്പോയ അവസ്ഥകളിലും, ഏത് നിരാശകളിലും, ഏത് തളർച്ചകളിലും തകർച്ചകളിലും നിന്നെ സഹായിക്കാനായിട്ട് പരിശുദ്ധ അമ്മ ഓടി വരുമെന്ന്, ഇതാ ഞാൻ വേണമെങ്കിൽ എൻ്റെ രക്തം കൊണ്ട് ഒപ്പിട്ട് തരാം. വിശുദ്ധ ലൂയിസ് മരിയ മോൺഫോർട്ട് നമ്മെ പഠിപ്പിക്കുക. വേണേ ഇതിനു വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വരെ കൊടുക്കാം ഈ സത്യം പ്രഖ്യാപിക്കുന്നതിന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലരും വളരെയധികം തളർച്ചകളുടെയും വളരെയധികം വ്യാകുലതകളുടെ മുൻപിൽ പതറി നിൽക്കുന്നവരാണ്. കോവിഡ് എന്ന മഹാമാരിയുടെ മുമ്പിൽ പതറി നിൽക്കുകയാണ്. പെടുമരണങ്ങളും ദുർമരണങ്ങളും സാമ്പത്തിക തകർച്ചകളും കുടുംബ തകർച്ചകളും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളും പള്ളിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥകളുടെ മുൻപിൽ പതറി നിൽക്കുമ്പോൾ നിന്റെ ആത്മീയ രക്ഷയ്ക്ക് നിനക്ക് ഏതെങ്കിലും തരത്തിൽ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നീ നിരാശപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അമ്മേ, എൻ്റെ അമ്മേ എന്ന് നീ വിളിച്ചോ. ഇതാ സ്വർഗത്തിൽ നിന്ന് നിനക്ക് സഹായം ഉറപ്പായും ലഭിക്കുമെന്ന്, ഞാൻ എൻ്റെ രക്തം കൊണ്ട് ഒപ്പിട്ട് തരാമെന്നാണ് വിശുദ്ധ മോൺഫോർട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ എഴുതിയ അപ്പോസ്തലിക പ്രബോധനമാണല്ലോ കന്യകാ മറിയത്തിന്റെ ജപമാല എന്നത്. ഇതിനകത്ത് ജപമാല പ്രാർത്ഥനയെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിളിക്കുന്നത് ആത്മീയ യാത്ര എന്നാണ്. അതായത് ഒരു ക്രിസ്ത്യാനിയുടെ യാത്രയാണല്ലോ, സ്വർഗം ലക്ഷ്യമാക്കിയുള്ള സ്വർഗോന്മുഖമായിട്ടുള്ള ഒരു യാത്രയാണ്. നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. അപ്പൊ അതുകൊണ്ട് ജപമാലയെയും ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിളിക്കുന്നത് ഒരു ആത്മീയ യാത്രയെന്നാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ ആത്മീയ യാത്രയോട് ജപമാല എളുപ്പത്തിൽ ചേർന്ന് പോകുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞു ജീവിതം, നമ്മുടെ കുടുംബാന്തരീക്ഷം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചേർന്ന് പോകുന്ന വലിയ ബലമുള്ള ഒരു പ്രാർത്ഥനയാണ് ജപമാല.
ജപമാലയിൽ നാം കാണുന്നത് എന്താ പ്രിയപ്പെട്ടവരെ? അവിടെ കാണുന്നത് ക്രൈസ്റ്റ് സെന്റേഡ്, യേശു കേന്ദ്രീകൃതമായ ഒരു ദൈവിക ശുശ്രൂഷയാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ തീർത്ഥാടനത്തെ അനുകരിച്ചുകൊണ്ട് പരിശുദ്ധ മറിയം യേശുവിൻ്റെ അമ്മ എന്ന നിലയിലും യേശുവിൻ്റെ ശിഷ്യ എന്ന നിലയിലും യേശുവിൻ്റെ ആ ഒരു തീർത്ഥാടനത്തെ ജെറുസലേം ലക്ഷ്യമാക്കിയുള്ള, കുരിശിനെ ലക്ഷ്യമാക്കിയുള്ള, ഉയർപ്പിനെ ലക്ഷ്യമാക്കിയുള്ള, സ്വർഗാരോഹണത്തെ ലക്ഷ്യമാക്കിയുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ തീർത്ഥാടനത്തെ പരിശുദ്ധ മറിയം യേശുവിൻ്റെ അമ്മ എന്ന നിലയിലും യേശുവിൻ്റെ ശിഷ്യ അല്ലെങ്കിൽ അനുയായി എന്ന നിലയിലും പരിശുദ്ധ മറിയം അനുകരിക്കുന്നതാണ് നാം ജപമാലയിൽ കാണുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ മറിയം നടത്തിയ ഈ ആത്മീയ യാത്രകളാണ് നമുക്ക് 20 രഹസ്യങ്ങളിലും കാണാൻ സാധിക്കുന്നത്. പറഞ്ഞ ആവേ മരിയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ജപമാലയിലുള്ള ആത്മീയ യാത്ര ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പഠിപ്പിക്കുകയാണ്. അതിലൊരു തുടക്കവുമുണ്ട്, ഒരു അവസാനവുമുണ്ട്. ഒരു തുടക്കവുമുണ്ട്, ഒരു വിട പറയലുമുണ്ട് ജപമാലയിൽ. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പറയുകയാണ്, ജപമാലയിലൂടെ ഒരു കുടുംബം വിശുദ്ധിയിലേക്ക്, കൃപയിലേക്ക്, അഭിഷേകത്തിലേക്ക്, ഉയർച്ചയിലേക്ക്, സമാധാനത്തിലേക്ക് തുടക്കം കുറിക്കുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചു, അബ്രഹാം ഒരു തുടക്കം കുറിക്കുന്നു. പരിശുദ്ധ മറിയത്തെ ദൈവം വിളിച്ചു, പരിശുദ്ധ മറിയം ഒരു ദൈവിക ആത്മീയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നു. ഇതേപോലെ ജപമാല ഒരു കുടുംബം ചെല്ലുമ്പോൾ, ഒരു വ്യക്തി ചെല്ലുമ്പോൾ ഒരു തുടക്കം കുറിക്കുക. വിശുദ്ധിയിലേക്കൊരു തുടക്കം കുറിക്കുന്നു, നവീകരണത്തിലേക്കൊരു തുടക്കം കുറിക്കുന്നു, ആത്മാവിലുള്ള ജീവിതത്തിലേക്കൊരു തുടക്കം കുറിക്കുന്നു. അപ്പം ആ ഒരു അഭിഷേകമാണ് ജപമാലയുടെ ലഭിക്കുന്നത്. രണ്ടാമത്തേത്, ജപമാലയിലൂടെ ഒരു വിട പറയലുമുണ്ട്. എന്താണ് വിട പറയൽ? അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാം തൻ്റെ നാടും ദേശവും വിട്ടിട്ടാണ് വരുന്നത്, അതിനോട് വിട പറയുകയാണ്. ഇതേപോലെയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ഒരു കുടുംബം, നാം നേടിയതും വെട്ടിപ്പിടിച്ചതും നമുക്ക് രക്ഷ നൽകുമെന്ന് കരുതിയ ഈ ലോകത്തിലെ പല കാര്യങ്ങളും, മനോഭാവങ്ങളും, നമ്മുടെ ആർത്തിയും സ്വാർത്ഥതയും തലക്കനവും അഹങ്കാരങ്ങളെല്ലാം നാം ഉപേക്ഷിക്കുക, അതിനോടെല്ലാം വിട പറയുക. നമ്മുടെ തഴക്കദോഷങ്ങൾ, നമ്മുടെ ദുഷ്ടതകൾ, നമ്മുടെ വഴക്കുകൾ, രമ്യതയില്ലായ്മ, ഇതിനെല്ലാം വിട പറഞ്ഞുകൊണ്ട്, അതാണ് ജപമാലയിൽ ഒരു തുടക്കം കുറിക്കലുണ്ട്, ഒരു വിട പറയലുണ്ട്. അബ്രഹാമിനെ വിളിച്ചപ്പോഴൊരു തുടക്കം കുറിക്കൽ, അതുപോലെ തന്നെ ഒരു വിട പറയലുണ്ട്, തൻ്റെ ദേശവും നാടൊക്കെ വിട്ട്. ഇതേപോലെയാണ് ആത്മീയ യാത്രയിൽ ജപമാല മുറുകെ പിടിക്കുമ്പോൾ, ജപമാല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ നാം വിശുദ്ധിയിലേക്ക് ഒരു തുടക്കം കുറിക്കുക, നവീകരണത്തിലേക്ക്. പാപം നിറഞ്ഞ അവസ്ഥകൾ ഉപേക്ഷിക്കുന്നു. വഴക്ക്, വെപ്രാളം, വെറുപ്പ്, പക, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ യേശു നാമത്തിൽ ഉപേക്ഷിക്കുന്നു. അപ്പോൾ അവിടെ ഒരു വിട പറയലുമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാലോ, ഒരു കുടുംബ വർഷമായിട്ട് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചിരിക്കുക, ഈ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ഇടയിലുണ്ട്. മനുഷ്യൻ അതിനോട് മല്ലടിച്ചുകൊണ്ടിരിക്കുക. ഇതിനേക്കാൾ അപ്പുറമുള്ള മഹാമാരികൾ വന്നിട്ടുണ്ട്, മനുഷ്യർ അതിനെല്ലാത്തിനും അതിജീവിച്ചിട്ടുണ്ട്. പ്ലേഗ്, കുഷ്ഠം, ഈ മഹാമാരികളെയൊക്കെ മാനവകുലം അതിജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പാണ് കോവിഡ് എന്ന മഹാമാരിയെയും ഈ ലോകം അതിജീവിക്കും. എന്നാൽ കോവിഡിനേക്കാളുള്ള ഒരു മഹാമാരിയാണല്ലോ നമ്മുടെ ഭവനങ്ങൾ, കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളി. ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ തളർച്ചകൾ, തകർച്ചകൾ, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലെ തകർച്ചകൾ. അപ്പൊ ഇതൊക്കെ വീണ്ടും പുനർജീവിപ്പിക്കാൻ, കുടുംബങ്ങളെ ബലപ്പെടുത്താൻ, ശക്തിപ്പെടുത്താനുള്ള വലിയൊരു വജ്രായുധമാണ് പ്രിയപ്പെട്ട മക്കളെ ജപമാല. ജപമാലയിൽ 3 മാനങ്ങളുണ്ട്. ഒന്ന്, ഒരു കുടുംബത്തിന് ആത്മവിശ്വാസം നൽകുന്നു. ജപമാല മുറുകെ പിടിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പിശാചിനെതിരെ, തിന്മയ്ക്കെതിരെ, നാരകശക്തികൾക്കെതിരെ
ഒരു ആത്മവിശ്വാസമാണ് ഒരു ക്രിസ്ത്യാനിക്ക് ജപമാല കൊടുക്കുന്നത്. 2, സഹോദര കുടുംബങ്ങളിലുള്ള വിശ്വാസത്തെ ജപമാല വർദ്ധിപ്പിക്കുന്നു. അയൽവാസികളുമായുള്ള ബന്ധങ്ങളെ വർദ്ധിപ്പിക്കുന്നു, അവരിൽ വിശ്വാസം ജനിപ്പിക്കുന്നു. 3, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ദൈവവിശ്വാസം എന്ന കൃപ ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളിലെ തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകിക്കൊണ്ടിരിക്കാം. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ മഹാമാരിയുടെ കാലത്ത് നമ്മുടെ സാമ്പത്തിക തളർച്ചകൾ, തൊഴിൽ പ്രശ്നങ്ങൾ, കുടുംബ തളർച്ചകൾ, പഠിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥകൾ, നമ്മളെല്ലാവരും പ്രതീക്ഷയും ധൈര്യവും ശക്തിയും ഒക്കെ നൽകുന്നത് പരിശുദ്ധ ജപമാലയാണ്. ഇത് പരിശുദ്ധ അമ്മ ശക്തമായിട്ട് ആവർത്തിച്ച് ദൈവജനത്തോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെടുന്നതാണ്. ജപമാലയിലൂടെ ലോകത്തെ ബാധിച്ച ഇരുട്ടിനെ, അഹന്തയെ, തലക്കനത്തെ ബഹിഷ്കരിക്കാൻ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ജപമാലയാണ് കർത്താവ് ഇന്ന് നമുക്ക് ആയുധമായി നൽകിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മാതൃസഹായമാണ് നമുക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ ഈ ശുശ്രൂഷയുടെ സമാപന നിമിഷങ്ങളിൽ ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി പരിശുദ്ധ അമ്മയെ നൽകി, അവിടുന്ന് ഞങ്ങൾക്ക് ജപമാല എന്ന ആയുധം നൽകി. വചന കേന്ദ്രീകൃതമായ കർത്താവിന്റെ ദിവ്യരഹസ്യങ്ങൾ കേന്ദ്രീകൃതമായ ജപമാല എന്ന വജ്രായുധത്തെ ലോകത്തിന് നൽകിക്കൊണ്ട് ഞങ്ങളെ രക്ഷിക്കുന്നതിന് ഇവ കാരണമാക്കി തീർത്തതിനെ ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അകാരണ ഭയങ്ങള്, ദുഃഖങ്ങള്, ഉത്കണ്ഠകളെ അവിടുന്ന് എടുത്തു മാറ്റണമേ. അന്ധകാര ശക്തികളെ ബഹിഷ്കരിക്കണമേ. പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ എല്ലാ തിന്മകളെ, കെട്ടുകളെ കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ അവയെല്ലാം ബഹിഷ്കരിക്കണമേ. യേശുനാമത്തിന്റെ അധികാരം, യേശുനാമത്തിന്റെ ശക്തി, കത്തോലിക്ക സഭയുടെ ശക്തി, കത്തോലിക്ക സഭയിലൂടെ നൽകപ്പെട്ട ജപമാല എന്ന വജ്രായുധത്തിന്റെ ശക്തി ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെ വ്യാപിക്കട്ടെ, എല്ലാ ക്രൈസ്തവ മക്കളിൽ വ്യാപിക്കട്ടെ. ഈ ആയുധം കൊണ്ട് ലോകത്തെ ബാധിച്ച മാരക രോഗങ്ങളെ ബഹിഷ്കരിക്കപ്പെടട്ടെ. സാത്താന്റെ കെട്ടുകള്, സാത്താന്റെ തിന്മകള്, പൈശാചിക ശക്തികള്, നാരകീയ ശക്തികള്, മാനസിക രോഗങ്ങള്, കുടോത്രങ്ങള്, മന്ത്രവാദങ്ങള്, ആഭിചാരങ്ങള്, പൈശാചിക പീഡകള് കർത്താവ് യേശുവിന്റെ അധികാരം ഉള്ള നാമത്തിന്റെ ശക്തിയാല് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലിക്കൊണ്ട് ഈ നാരകീയ ശക്തികളെ ബഹിഷ്കരിക്കുന്നു, ഈ അന്ധകാര ശക്തികളെ ബഹിഷ്കരിക്കുന്നു, ഈ പാപത്തിന്റെ ശക്തികളെ ബഹിഷ്കരിക്കുന്നു, ഈ തിന്മയുടെ ശക്തികളെ ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റിയ 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 റിയ. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാ സാത്താന്റെ പീഡകൾ ഒഴിഞ്ഞു പോകട്ടെ, മാനസിക പീഡകൾ ഒഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. തിരുവിലാവിൽ നിന്നൊഴുകും യേശുവേ, തിരുച്ചോരത്തുള്ളിയാ എല്ലാ ഭവനങ്ങളുടെ മേൽ കർത്താവിന്റെ തിരുരക്തം വിറ്റിറ്റിട്ട് വീഴട്ടെ. കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിന്റെ കട്ടിളപ്പടികളിൽ കർത്താവായ യേശു എന്ന കുഞ്ഞാടിന്റെ തിരുരക്തം കൊണ്ട് ഇപ്പോൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. കരുണ തോന്നണേ, കർത്താവിന്റെ കാരുണ്യം ഈ ലോകത്തെ രക്ഷിക്കട്ടെ. എന്നിൽ അലിവു തോന്നണേ, കർത്താവേ, ഞങ്ങളോട് അലിവ് തോന്നണമേ, ലോകത്തിനോട് അലിവ് തോന്നണമേ. കരുണ തോന്നണേ, യേശുവേ, യേശുവേ. ലോകത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടട്ടെ. പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ,
കർത്താവിന്റെ ശക്തി വന്ന് ആവഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന് നിങ്ങൾ നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ മാതൃസഹായം വന്ന് നിറയട്ടെ. പരിശുദ്ധ അമ്മയോട് ചേരുമ്പോൾ ജവമാരുടെ ശക്തിയ കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. എല്ലാ ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. മാനസിക പീഡകൾ, തളർച്ചകൾ ഒഴിഞ്ഞു പോകട്ടെ. പ്രിയപ്പെട്ടവരെ, കരങ്ങളൊക്കെ കുപ്പിപ്പിടിച്ച് നമ്മുടെ എല്ലാ ബന്ധനങ്ങള്, നമ്മുടെ രോഗങ്ങള്, തളർച്ചകളെല്ലാം കർത്താവിന് വിട്ടുകൊടുത്ത് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കരങ്ങൾ കുപ്പിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് വലിയൊരു അഭിഷേകം അച്ഛന് ലഭിക്കുകയാണ് മക്കളെ. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും ഇന്ന് കർത്താവ് തരും. ഇന്ന് ദൈവത്തിനോട്, ഈശോയോട്, സുവിശേഷാഗ്നി ശുശ്രൂഷയിലൂടെ എന്തു വേണമെങ്കിലും ചോദിച്ചോ. നിന്റെ മേൽ കർത്താവ് ഇടപെടാൻ പോകുകയാണ്. കർത്താവിന്റെ ശക്തി നിന്നിൽ വന്ന് നിറയുക. നിന്റെ ശരീരവേദനകളെ കർത്താവ് എടുത്തു മാറ്റുന്നു മകനെ. നിന്റെ ശരീരത്തിലെ കെട്ടുകളെ കർത്താവ് ബഹിഷ്കരിക്കുന്നു. നിന്റെ സമ്പത്തിന്റെ മേലുള്ള കെട്ടുകളെ കർത്താവ് ബഹിഷ്കരിക്കുന്നു. നിന്റെ ബന്ധങ്ങളുടെ മേലുള്ള കെട്ടുകളെ കർത്താവ് ബഹിഷ്കരിക്കുന്നു, ഉച്ചാടനം ചെയ്യുന്നു. നിന്റെ കുടുംബത്തിന്റെ മേലുള്ള അസൂയ, കൂടോത്രങ്ങള്, മന്ത്രവാദങ്ങള്, ആഭിചാരത്തിന്റെ കെട്ടുകളെല്ലാം ഇന്ന് കർത്താവ് ബഹിഷ്കരിക്കുന്നു, ഉച്ചാടനം ചെയ്യുന്നു. യേശു നാമത്തിന്റെ ശക്തിയാൽ നീ നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. നിറകണ്ണുകളോടെ അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മുടെ മനങ്ങൾ ഉയർത്താം, നമ്മുടെ ചിന്തകളെ ഉയർത്താം, നമ്മുടെ രോഗങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് വെച്ചു കൊടുക്കാം. എന്റെ പൊന്നു തമ്പുരാനെ, എന്റെ ഈശോയെ, ഒന്ന് കാണണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. എന്റെ മക്കളെ, എന്റെ ജീവിത പങ്കാളിയെ, എന്റെ മാതാപിതാക്കളെ, എന്റെ സഹോദരങ്ങളെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ, അവിടുന്ന് കാണണമേ. യേശുവേ, തൊടേണമേ, യേശുവേ, സൗഖ്യം നൽകേണമേ. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ. അഗ്നിയാ അഗ്നിയാ സുവിശേഷാഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ വചനമാ ആത്മാ